അഹമ്മദാബാദിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഇടനാഴിയുടെ ജോലി പൂർത്തിയായി. 3 ഇടനാഴികളുടെ സർവേ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ബിജെപിയുടെ ലോക്സഭാ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. വടക്ക്, തെക്ക്, കിഴക്ക് ഭാഗങ്ങളിൽ ബുള്ളറ്റ് ട്രെയിൻ സാധ്യതാ പഠനം ആരംഭിക്കുമെന്നാണ് ബിജെപി പ്രകടന പത്രികയിൽ പറയുന്നത്. ലോകോത്തര നിലവാരമുള്ള വന്ദേ ഭാരത്, അമൃത് ഭാരത്, നമോ ഭാരത് ട്രെയിനുകൾ ബിജെപി സർക്കാർ കൊണ്ടുവന്നു. കേന്ദ്രത്തിൽ 3ാം തവണയും അധികാരത്തിൽ വന്നാൽ നിരവധി റെയിൽവേ പദ്ധതികൾക്ക് ബിജെപിയുടെ പ്രകടന പത്രികയിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ പാതകൾ നിർമ്മിക്കുമെന്നും പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 31,000 കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും 3ാം തവണ അധികാരത്തിൽ വന്നാൽ അടുത്ത 5 വർഷത്തേക്ക് ഓരോ വർഷവും 5,000 കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ കൂട്ടിച്ചേർക്കുമെന്നുമാണ് വാഗ്ദാനം. साथियों, कल नववर्ष विशु के पावन अवसर पर ही बीजेपी ने अपना संकल्प पत्र जारी किया है. बीजेपी का संकल्प पत्र देश के विकास का संकल्प पत्र है. बीजेपी के संकल्प पत्र में मोदी युड़े गारंटी होती है. आयुष्मान भारत के तहत केरला के 73 लाख से ज्यादा लाभार्थियों को आर्थिक मदद मिली है. 2030ഓടെ യാത്രക്കാരുടെ വാഹകശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. പ്രധാന ഇടത്തരം നഗരങ്ങളിൽ 1300 റെയിൽവേ സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കും. വന്ദേ ഭാരത് മെട്രോയും ആരംഭിക്കുമെന്നും ഉപയോക്താക്കൾക്കായി എല്ലാ സേവനങ്ങളും ഉറപ്പാക്കുന്ന പുതിയ ആപ്പ് പുറത്തിറക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.